إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله السميع العليم من الشيطان الرجيم إذ تستغيثون ربكم فاستجاب لكم أني ممدكم بألف من الملائكة مردفين. ഏറെ ആദരണീയരായ വിശ്വാസിനികൾ, ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും അള്ളാഹുവിനെ ഭയപ്പെട്ട് തഖ്വയോടുകൂടി ജീവിക്കണമെന്ന് ഉണർത്തുന്നു, വസിയ്യത്ത് ചെയ്യുന്നു. ഹിജ്റ 2-ാം വർഷമാണ് നോമ്പ് നിർബന്ധമാക്കപ്പെടുന്നത്. ആ ഹിജ്റ 2-ാം വർഷത്തെ റമദാൻ 17-നാണ് ബദർ യുദ്ധം സംഭവിക്കുന്നത്. 300-ൽ പരം വിശ്വാസികളും 1000-ൽ പരം വരുന്ന മക്കാ മുശ്രിക്കുകളും തമ്മിൽ നടന്ന ഒരു യുദ്ധമാണത്. അതിനെയാണ് ഖുർആൻ യൗമുൽ ഫുർഖാൻ എന്ന് വിളിക്കുന്നത്, സത്യാസത്യങ്ങളെ വേർതിരിച്ച ദിവസമെന്ന്. ഈ ബദർ യുദ്ധം, അതിൻ്റെ ചരിത്രം മദ്രസ പുസ്തകങ്ങളിൽ വരെയുണ്ട്. അതിനെക്കുറിച്ച് കേവലമായൊരു ജ്ഞാനമില്ലാത്തവരായി ആരും ഉണ്ടാകാത്ത രീതിയിൽ തന്നെ അതിനെപ്പറ്റിയുള്ള വിവരങ്ങൾ നമുക്കെല്ലാം അറിയുന്നതാണ്. അതിൻ്റെ ചില പാഠങ്ങൾ മാത്രമാണ് നമ്മളുടെ ജീവിതത്തിൽ ബദർ എങ്ങനെയാണ് സ്വാധീനിക്കേണ്ടത് എന്നതിനെക്കുറിച്ചാണ് ചില കാര്യങ്ങൾ പറയുവാൻ ഉദ്ദേശിക്കുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അല്ലാഹു മാത്രം എന്നുള്ളതാണ്. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം ചോദിക്കുകയും ചെയ്യുന്നുവെന്ന മാത്രം. അള്ളാഹുവിനോട് മാത്രമാവുക നമ്മളുടെ ആരാധനകളും നമ്മളുടെ പ്രയാസങ്ങളും മറ്റു കാര്യങ്ങളുമെല്ലാം ആവലാദികളുമെല്ലാം അർപ്പിക്കേണ്ടത് അള്ളാഹുവിനോട് മാത്രമാവുക എന്നതാണ്. അബൂജഹലിനും കൂട്ടർക്കും അള്ളാഹുവിൽ വിശ്വാസമില്ലാത്തത് കൊണ്ടല്ല അവർ ബദറിലേക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എതിർപക്ഷത്ത് വരുന്നത്. മറിച്ച് അള്ളാഹു മാത്രമാണ്, ലാത്തയെയും ഉസ്സയെയും അടക്കമുള്ള എല്ലാ ആരാധ്യരെയും ഒഴിവാക്കണമെന്നും അള്ളാഹുവിനെ മാത്രം ആരാധിക്കണമെന്ന പ്രഖ്യാപനത്തോടാണ് അവർക്ക് വിയോജിപ്പുണ്ടായിരുന്നത്. അതുകൊണ്ടാണല്ലോ അബൂജഹലിന്റെ പ്രാർത്ഥനയായി ഖുർആൻ എടുത്തു കൊടുക്കുന്നത്. വളരെ നിഷ്കളങ്കമായി, ആത്മാർത്ഥമായി അയാൾ ഒരു പ്രാർത്ഥന നടത്തുന്നുണ്ട്. ബദറിന്റെ രണഭൂമിക്ക് മുന്നിലേക്ക് വരുന്ന സമയത്ത് അബൂജഹൽ എന്ന ധിക്കാരി നടത്തിയ ആത്മാർത്ഥമായ പടച്ചവനോടുള്ള ഒരു പ്രാർത്ഥന. വൈദ് ഖാലു അല്ലാഹുമ്മ ഇൻ കാന ഹാദാ ഹുവൽ ഹഖ് മിൻ ഇൻദിക് ഫഅംതിർ അലൈനാ ഹിജാറതൻ മിനസ് സമാഇ അവ ഇത്നാ ബിഅദാബിൻ അലീം. പടച്ചവനെ, ഈ മുഹമ്മദ് പറയുന്നതാണ് യഥാർത്ഥത്തിലുള്ള സത്യമെങ്കിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഅംതിർ അലൈനാ ഹിജാറതൻ മിനസ് സമാ, അല്ലാഹുവേ നീ ഞങ്ങൾക്ക് മേലെ ചിരൽ മഴ വർഷിപ്പിക്കണേ.
അവിഇതിനാ ബിഅദാബിൻ അലീം, അതല്ലെങ്കിൽ കഠിനമായ ശിക്ഷകളെ കൊണ്ട് നീ ഞങ്ങളെ ശിക്ഷിക്കണേ എന്ന് അബൂജഹൽ പ്രാർത്ഥിച്ചുകൊണ്ടാണ് ആ ബദർ യുദ്ധത്തിന് കടന്നു ചെല്ലുന്നത് എന്നത് നമുക്ക് കാണുവാൻ കഴിയും. ഇത് വളരെ ക്ലിയർ ആണ്. അപ്പൊ അബൂജഹലിന് അവന്റെ കൂട്ടാളികൾക്ക് ശത്രുപ്പടക്ക് അള്ളാഹുവിനെ അറിയാത്തത് കൊണ്ടല്ല, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നവരായിരുന്നു അവർ, അള്ളാഹുവിനോട് ചോദിക്കുന്നവരായിരുന്നു അവർ. പക്ഷേ അള്ളാഹു ഏൽപ്പിച്ചവരായ ചില ആളുകൾ കൂടി ഉണ്ട് എന്ന വിശ്വാസമാണ്, ആ വിശ്വാസമുള്ളവർക്കെതിരെയാണ് ബദർ യുദ്ധം നടന്നത്. അതുകൊണ്ട് തന്നെ അത്രയും ഗൗരവപ്പെട്ട വിഷയങ്ങൾ നമ്മളിലെ വിശ്വാസികളിൽപ്പെട്ട ആളുകൾക്കിടയിൽ പോലും തന്നെ അള്ളാഹു മാത്രം പോരാ, അള്ളാഹുവിനോടൊപ്പം ചില ആളുകളെ കൂടി വേണം എന്ന് പറയുന്ന മുസ്ലിമീങ്ങളായ ആളുകൾ ഉണ്ടാകുമ്പോൾ അതത്ര ഗൗരവമുള്ള ഒരു വിഷയമാണ് എന്നത് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. അവരൊന്നും മുശ്രിക്കീങ്ങളാണെന്നോ അല്ലെങ്കിൽ ഇസ്ലാം എന്ന് പുറത്തുപോയ ആളുകളാണോ എന്നല്ല പറയുന്നത്, അവരൊന്നും വിശ്വാസികളിൽ കൂട്ടാത്ത മുശ്രിക്കീങ്ങളാണ് എന്നല്ല പറയുന്നത്. പക്ഷേ ശിർക്ക് അതിഗുരുതരമായി മുസ്ലിമായ ഒരാളെയും മുശ്രിക് എന്ന് വിളിക്കുക എന്നത് നമ്മളുടെ നിലപാടല്ല. അഹ്ലുൽ ഖിബ്ലയിൽപ്പെട്ട ഒരാളെയും കാഫിറെന്നോ മുശ്രിക്കെന്നോ എന്ന് സംബോധന ചെയ്യുക എന്നത് അഹ്ലുസുന്നയുടെ രീതിയല്ല. പക്ഷെ അവിടെ ഒരു വിഷയമുണ്ട്. ആ വിഷയം അള്ളാഹുവിന്റെ റസൂൽ ഏതൊരു സംഘത്തിനെതിരെയാണോ പടക്കിറങ്ങിയത്, ആ ശത്രുപ്പടയുടെ വിശ്വാസം അള്ളാഹു മാത്രമല്ല, അള്ളാഹുവിനോടൊപ്പം ചില ആളുകൾ ഉണ്ട് എന്ന വിശ്വാസമാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും അള്ളാഹുവോട് പ്രാർത്ഥിക്കുന്നുണ്ട്. അല്ലാഹുമ്മ ഹാദിഹി ഖുറൈശ് ഖദ് അതത്ക ബിഖുയലാഇഹാ വഫഖ്രിഹാ. ഇദാ അല്ലാഹുവേ, പിന്നെ ഈ മക്ക മുശ്രിക്കീങ്ങളായ ഖുറൈശികളായ ആളുകൾ അവരുടെ ഫഖറും അവരുടെ പിന്നെ കുതിരപ്പടയാളികളെയും ഒക്കെ കൊണ്ടുവന്നിരിക്കുകയാണ്. അവര് നിന്റെ റസൂലിനെ നിഷേധിക്കുന്നവരാണ്. അള്ളാഹുവേ, നിന്റെ സഹായം ഞങ്ങൾക്കുണ്ടാകണേ എന്ന് ആത്മാർത്ഥമായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും അള്ളാഹുവിനോട് ചോദിക്കുന്നതായി കാണാൻ കഴിയും. അവിടെ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രഖ്യാപനം അള്ളാഹുവിനോട് മാത്രമാണ് പ്രാർത്ഥിക്കേണ്ടത് എന്നതാണ്. മറ്റുള്ളവരുടെ വിശ്വാസം അള്ളാഹുവോടൊപ്പം മഹാന്മാരെയും മറ്റുള്ളവരെയും വിളിച്ചു തേടാം എന്നത് തന്നെയാണ്. ഇവിടെയാണ് രണ്ട് വിശ്വാസങ്ങൾ വേർതിരിയുന്നത് എന്നത് നമുക്ക് കാണാൻ കഴിയേണ്ടതുണ്ട്. ബദർമാലയിൽ, നമ്മളുടെ മലയാളത്തിൽ രചിക്കപ്പെട്ട ബദർമാലയിലെ ചില വരികളുണ്ട്. എന്നും കൊടുമാ മികന്തോരു ദീനത്തിൽ അവരെ വിളിച്ചു ദുആനെ ഇരന്നെങ്കിൽ അന്നേരം തന്നെ ശിഫാക്കളെ കിട്ടാതെ ആയിട്ടതില്ല ഒരു തേരുമെന്നോവർ. ഏറ്റവും കൊടിയ രോഗവും ദീനവുമെല്ലാം കടന്നു വരുന്ന സമയത്ത് ഈ ബദരീങ്ങളുടെ പേര് ചൊല്ലി ദ്വായിരുന്നാൽ, അവരോട് ദ്വായിരുന്നാൽ ആ സമയത്ത് തന്നെ പറഞ്ഞു തീരുന്നതിന് മുൻപ് തന്നെ അള്ളാഹുവിന്റെ ഷിഫ അവർക്ക് കിട്ടും എന്നാണ് പറയുന്നത്. നേരിട്ട് ബദരീങ്ങളോട് തേടുവാൻ വേണ്ടി പറയുന്ന വചനങ്ങൾ, വാക്കുകൾ നമുക്ക് ഈ ബദർമാലയിലും മൗലിദ് വരികളിലും ഒക്കെ കാണാൻ കഴിയുന്നതാണ്. എത്ര ഗൗരവമുള്ള വിഷയമാണ്! എന്തൊരു വിഷയത്തിലാണോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പടക്കുരുങ്ങിയത്, അതിന് നേരെതിരെയുള്ള വിശ്വാസങ്ങൾ ആളുകൾക്കിടയിലുണ്ട് എന്നത് ഗൗരവപ്പെട്ട ഒരു വിഷയം തന്നെയാണ്. ഒന്നാമത്തെ പാഠം അള്ളാഹു മാത്രം എന്നുള്ള പാഠമാണ്. രണ്ടാമത്തത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ലാഭനഷ്ടങ്ങൾ നോക്കാതെ അനുസരിക്കുക എന്ന പാഠമാണ്. ചില ആളുകളൊക്കെ ഉണ്ട്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചില ഹദീസുകൾ അവർ വല്ലാതെ ഇങ്ങനെ കൊണ്ടു നടക്കും, വല്ലാതെ അതിനെ പറ്റി പറയും. കാരണം അതുകൊണ്ട് അവർക്ക് ചിലപ്പോൾ സ്വാർത്ഥമായ മറ്റു പല ലാഭങ്ങളും അവർ പ്രതീക്ഷിക്കുന്നുണ്ടാകും. എന്നാൽ വേറെ ചില കാര്യങ്ങളിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിലപാടിനെ സ്വീകരിക്കുമ്പോൾ അവർക്ക് പല നഷ്ടങ്ങളും ഉണ്ടാവും. ആ സമയത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനയെ തിരസ്കരിക്കുകയും ചെയ്യുന്ന ആളുകൾ അങ്ങനെയല്ല ഉണ്ടാകേണ്ടത്. ഏതവസ്ഥയിലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനകളെ ശിരസാവഹിക്കുന്ന ആളുകളായി നമ്മൾ മാറണം എന്ന ഒരു പാഠം കൂടി ബദർ നമുക്ക് നൽകുന്നുണ്ട്. അവര് ബദറിലേക്ക് പോകുന്ന സമയത്ത് ഒരു കച്ചവട സംഘത്തെ, ഒരു ചെറിയ കച്ചവട സംഘത്തെ തടുക്കുവാൻ വേണ്ടി കയ്യിലുള്ള സാധാരണ ആയുധങ്ങളുമായി പോയ ഒരു കൂട്ടം ആളുകളാണ്. പക്ഷെ നേരിടേണ്ടി വരുന്നത് 1000-ഓളം വരുന്ന വലിയ പടയാളികളെയാണ്. ആ സമയത്ത് അവർ കുടുംബത്തോട് ഒരു യുദ്ധത്തിന് വേണ്ടി ഇറങ്ങുകയാണ് എന്ന അറിയിച്ചുകൊണ്ട് പോന്നതല്ല. പാൽപുഞ്ചിരി കാട്ടി പുഞ്ചിരിക്കുന്ന മക്കൾ അവരുടെ വീടുകളിലുണ്ട്. അവരുടെ മാതാപിതാക്കൾ, വൃദ്ധരായ മാതാപിതാക്കൾ അവരുടെ വീടകങ്ങളിൽ കാത്തിരിക്കുന്നുണ്ട്. അവിടെയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ പ്രതിസന്ധി ഘട്ടത്തിൽ സ്വഹാബത്തിനോട് ചോദിക്കുന്നത്, മുഹാജിറുകളോട് ചോദിക്കുന്നത്, മുഹാജിറുകളെ നിങ്ങൾ ഉണ്ടാകുമോ എന്റെ കൂടെ? അവരെങ്ങാനും ആ ശത്രുപ്പട ഈ സംഘത്തെ പരാജയപ്പെടുത്തിയാൽ പിന്നെ മദീനയിലെ സ്ത്രീകളുടെയും കുട്ടികളുടെയും സ്വസ്ഥതയും സമാധാനവും
തകർത്തിട്ട് അവർ അവിടെ നിന്ന് അരിശം തീർത്തു പോവുകയുള്ളൂ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മുഹാജിറുകളോട് ചോദിക്കാണ്, മുഹാജിറുകളെ നിങ്ങൾ ഉണ്ടാകുമോ? അതിനുത്തരമായി കൊണ്ട് അവർ പറയുന്നത് മൂസാ നബിയുടെ സംഘം പറഞ്ഞതുപോലെ ഇദ്ഹബ് വറബ്ബുക ഫഖാതില ഇന്ന ഹൗനാ ഖായിദുൻ, മൂസ നീയും നിന്റെ റബ്ബും പോയിക്കൊണ്ട് യുദ്ധം ചെയ്യുക, ഞങ്ങൾ ഇവിടെ ഇരുന്നോളാം എന്ന് പറഞ്ഞതുപോലെ ധിക്കാരത്തിന്റെ വർത്തമാനങ്ങൾ ഞങ്ങൾ പറയൂല റസൂല് എന്ന് പറഞ്ഞപ്പോ അശ്റഖ വജ്ഹ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖം തിളങ്ങുന്നുണ്ട് എന്ന് ഹദീസുകളും ചരിത്ര ഗ്രന്ഥങ്ങളും നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അതുപോലെ തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അൻസ്വാരികളോട് ചോദിച്ചിട്ടുണ്ട്. അൻസ്വാരികളുമായിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു കരാറുണ്ട്. മദീനയിൽ റസൂലിനെ ആക്രമിക്കാൻ ആരെങ്കിലും വന്നാൽ മദീനയിൽ വെച്ച് അവര് പ്രതിരോധിക്കുമെന്ന കരാർ. ബദർ മദീനയിലല്ല, അതുകൊണ്ട് തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആശങ്കയുണ്ട്. റസൂൽ ചോദിക്കുന്നുണ്ട്, അൻസ്വാറുകളെ നിങ്ങൾ ഉണ്ടാകുമോ എന്റെ കൂടെ? അവിടെ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു ഉത്തരമുണ്ട്, റസൂലെ താങ്കൾ പോകുന്നത് ഒരു കടലാഴിയിലേക്കാണെങ്കിൽ, ഒരു കടലിലേക്കാണെങ്കിൽ അതിൽ റസൂൽ മുന്നിൽ പോവുകയും ഞങ്ങളോട് പിന്നിൽ വരാൻ പറയുകയും ചെയ്താൽ ചോദ്യം പോലുമില്ലാതെ അങ്ങയുടെ പിന്നിൽ ആ കടലാഴങ്ങളിലേക്ക് ഞങ്ങൾ വരും എന്നവർ പറയണം. അവർ വിഡ്ഢികളായതുകൊണ്ടല്ല, ആത്മഹത്യാ സമീപനം ഉള്ളത് കൊണ്ടല്ല, റസൂൽ ഒരു കാര്യം പറഞ്ഞാൽ അതിൽ കാര്യമുണ്ട് എന്നറിയുന്നത് കൊണ്ടാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു കൽപ്പന നടത്തിയാൽ അത് അവിവേകത്തിന്റെ കൽപ്പനയാകില്ല എന്നവർക്ക് ഉറപ്പുള്ളത് കൊണ്ടാണ്. ആ നിലപാട് നമുക്കുണ്ടാകണം. നമ്മളുടെ ലാഭനഷ്ടങ്ങൾ നോക്കിക്കൊണ്ടല്ല നമ്മൾ നിലപാട് സ്വീകരിക്കേണ്ടത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതെന്തോ അതുപോലെ സ്വീകരിക്കുവാൻ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നതാണ് ബദറിന്റെ രണ്ടാമത്തെ പാഠം. ഒരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, പരമാവധി എല്ലാവരും അടുത്തും ചേർന്ന് ഇരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. പിന്നിലൊക്കെ ആളുകളുണ്ട്, പ്രത്യേകിച്ചും സ്ത്രീകളുടെ ഭാഗത്ത് താഴ്ഭാഗത്ത് പിന്നെ കുട്ടികളൊക്കെ ഒരുപാട് ഉള്ളത് കൊണ്ട് വൃദ്ധരായ പ്രയാസപ്പെടുന്ന ആളുകൾക്കൊക്കെ മുകളിലേക്ക് കയറി പോകാൻ കഴിയൂലല്ലോ. അപ്പോ അതുകൊണ്ട് തന്നെ കുട്ടികളായ വിദ്യാർത്ഥിനികളായ ആളുകളൊക്കെ ഒന്ന് മുകളിലേക്ക് കയറിയിരുന്ന് സൗകര്യപ്പെടുത്തി കൊടുത്താൽ അവർക്ക് സൗകര്യം ഉണ്ടാവും. അതുപോലെ തന്നെ ഇനി വരുന്ന ആളുകൾ താഴെ സ്ഥലമില്ലെങ്കിൽ മുകളിലേക്ക് കയറി ചെല്ലാവുന്നതാണ്, അവിടെ ഇഷ്ടം പോലെ സ്ഥലമുണ്ട് എന്നത് ഓർമ്മപ്പെടുത്തുകയാണ്. മൂന്നാമത്തെ പാഠം എന്നുള്ളത് പ്രാർത്ഥനയാണ്. നമുക്ക് എന്തൊക്കെ പ്രതിസന്ധി ഉണ്ടായാലും അസ്വസ്ഥത ഉണ്ടായാലും പരിഹാരം കാണാൻ കഴിയാത്ത രീതിയിൽ സുനാമി തിരമാലകൾ പോലെ പ്രതിസന്ധികൾ ജീവിതത്തിന്റെ ചുറ്റുവട്ടങ്ങളിൽ ഇങ്ങനെ ഉയർന്നു നിൽക്കുന്ന സമയത്ത് എങ്ങനെയാണ് ഇതിനെ കൈകാര്യം ചെയ്യാൻ കഴിയുക എന്ന് മനസ്സിലാകാത്ത സന്ദർഭങ്ങൾ ഉണ്ടാകും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അത്തരം ഒരു സന്ദർഭത്തിലായിരുന്നു ബദറിന്റെ പോർമുഖത്ത്. അവിടെ നമുക്ക് നൽകുന്ന പാഠം പ്രാർത്ഥനയുടെ പാഠമാണ്. ബദറിന് മുൻപ് ഒരു സംഭവം ഉണ്ടാകുന്നുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ ഹറമിൽ നമസ്കരിച്ചു കൊണ്ടിരിക്കെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സുജൂദ് ചെയ്യുന്ന സമയത്ത് അബൂജഹലിന് ഒരു കുസൃതി തോന്നി, ഒരു വല്ലാത്ത വൃത്തികെട്ട കുസൃതി. അയാൾ പറഞ്ഞു, ആരാണ് മുഹമ്മദിന്റെ മുതുകിൽ കൊണ്ടുപോയി ഒട്ടകത്തിന്റെ കുടൽമാലകൾ കൊണ്ടുപോയി ഇടുക? ഉഖബത്ത് ഇബ്നു അബീ മുഅയ്ദ് എന്ന് പറയുന്ന ലഅനത്തുല്ലാഹി അലൈഹി അയാൾ ഒട്ടകത്തിന്റെ കുടൽമാലകൾ കൊണ്ടുപോയി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുതുകിലൂടെ കൊണ്ടുപോയിട്ടു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്റ്റക്കായി പോയി. സുജൂദിൽ വലിയ ഭാരമുള്ള ഒട്ടകത്തിന്റെ കുടൽമാലകൾ റസൂലിന്റെ മുതുകിലൂടെ വീണപ്പോ അവിടെ കിടന്നുപോയി. സുജൂദിലായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്റ്റക്കായി പോയി. അത് കണ്ട് അങ്ങുമിങ്ങും ചാഞ്ഞും ചെരിഞ്ഞും ആ മക്കാ മുശ്രിക്കീങ്ങൾ അബൂജഹലും കൂട്ടരും അവിടെ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ ആഞ്ഞു ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് ഫാത്തിമ റളിയല്ലാഹു അൻഹ കടന്നു വന്നുകൊണ്ട് റസൂലിന്റെ മുതുകിൽ നിന്നും കരഞ്ഞുകൊണ്ട് ആ പ്രിയമകൾ ഈ ഒട്ടകത്തിന്റെ കുടൽമാലകൾ മാറ്റിക്കൊടുക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നത്. ഖുർആൻ അതിനെ വിമർശിച്ചുകൊണ്ട് പറയുകയും ചെയ്യുന്നുണ്ടല്ലോ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമസ്കരിച്ചു കൊണ്ടിരിക്കെ മുടക്കുണ്ടാക്കുന്നവനെ നീ കണ്ടില്ലയോ? അലം യഅലം ബി അന്നല്ലാഹ യറ, ഇതൊക്കെ പടച്ചോൻ കാണുന്നുണ്ട് എന്ന് അവർ മനസ്സിലാക്കുന്നില്ലേ എന്ന് അതിശക്തമായ ഭാഷയിൽ ഖുർആൻ ചോദിക്കുന്നത് ഈ സംഭവത്തെ കുറിച്ച് നമുക്ക് കാണാൻ കഴിയും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമസ്കാരം പൂർത്തിയാക്കിക്കൊണ്ട് ഒരു വല്ലാത്ത രൂക്ഷഭാവത്തിൽ ചില വർത്തമാനങ്ങൾ പറയുന്നുണ്ട്. അല്ലാഹുമ്മ അലൈക ബി ഖുറൈശ്, അല്ലാഹുമ്മ അലൈക ബി ഖുറൈശ്, പടച്ചോനെ ഖുറൈശികളെ ഇതാ ഞാൻ നിന്നെ ഏൽപ്പിക്കുന്നു, അവരെ ഞാൻ നിന്നെ ഏൽപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനിപ്പിച്ചില്ല. അല്ലാഹുമ്മ അലൈക ബി അംർ ഇബ്നു ഹിശാം വഉത്ബ വശൈബ വൽവലീദ് വഉമയ്യ വഉത്ബ ഇബ്നു അബീ മുഅയ്ദ് വഅമ്മാറ ഇബ്നുൽ വലീദ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ ഉണ്ടായിരുന്ന ആ ശത്രുപ്പടയുടെ മുഴുവൻ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് ഇവരെ ഞാൻ നിന്നെ ഏൽപ്പിക്കുന്നു പടച്ചോനെ എന്നൊരു പ്രഖ്യാപനം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നടത്തിയപ്പോ
പേടിച്ചു പോയവര് റസൂലിന്റെ ആ പ്രതികരണം കണ്ട് മക്കയിൽ ഹറമിന്റെ മുറ്റത്ത് നിന്ന് മനസ്സുപടഞ്ഞൊരു മനുഷ്യൻ പ്രാർത്ഥിച്ചാൽ അതിന് ഉത്തരം കിട്ടുമെന്നത് അവർക്കും അറിയാമായിരുന്നു. അബ്ദുല്ലാ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ബദറിന്റെ യുദ്ധം അവസാനിച്ച സമയത്ത് ബദറിന്റെ ആ പൊട്ടക്കിണറ്റിലേക്ക് വലിച്ചെറിയപ്പെടുന്ന ആളുകളിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അന്ന് മക്കയിൽ വെച്ച് നെഞ്ചുപൊട്ടി പ്രാർത്ഥിച്ച ഈ ശത്രുപടയില്ലേ, അതിൽ ഒരാളും ജീവിച്ചിരിക്കാത്ത രീതിയിൽ അവരെല്ലാം ആ പൊട്ടക്കിണറ്റിലേക്ക് വലിച്ചെറിയപ്പെട്ടു എന്നതാണ് ചരിത്രം. ഇത് തസ്തഗീസൂന റബ്ബക്കും ഫസ്തജാബ ലക്കും അന്നീ മുമിദ്ദുക്കും ബിഅൽഫിൻ മിനൽ മലായികതി മുർദിഫീൻ. നിങ്ങൾ അല്ലാഹുവിനോടാണ് ഇസ്തിഗാസ നടത്തിയത്. നിങ്ങൾ കുടുങ്ങിയ ഘട്ടത്തിൽ നിങ്ങൾ അല്ലാഹുവിനോടാണ് പ്രാർത്ഥിച്ചത്. അവനാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ചോദ്യത്തിന് അവൻ ഉത്തരം തന്നു. ആയിരക്കണക്കിന് മലക്കുകളെ ഇറക്കിക്കൊണ്ട് ബദറിൽ അല്ലാഹു നിങ്ങളെ സഹായിച്ചു. പടച്ചവന്റെ സഹായം ഉണ്ടാകും. അള്ളാഹുവിന്റെ നസ്ർ നമുക്ക് വന്നെത്തും. നമ്മള് അള്ളാഹുവോട് പ്രതിസന്ധികളുടെ സമയത്ത് മനമുരുകി പ്രാർത്ഥിക്കുവാൻ തയ്യാറായാൽ, പ്രതീക്ഷയോടുകൂടി പ്രാർത്ഥിക്കുവാൻ തയ്യാറായാൽ എന്നതാണ് ബദറിന്റെ മറ്റൊരു പാഠം. മറ്റൊന്ന് കൂടിയാലോചനയാണ്. കൂടിയാലോചന എന്നത് ഓരോ നേതാവിനും ഓരോ കുടുംബനാഥനും എല്ലാവർക്കും ഉണ്ടാകേണ്ടുന്ന ഒരു നല്ല ഗുണമാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അത് ഉണ്ടായിരുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ യുദ്ധത്തിന് വേണ്ടി നിലകൊള്ളുന്ന സമയത്ത് ഒരു സ്ഥലത്ത് നിൽക്കുന്നുണ്ട്. അവിടെ സ്വഹാബത്തിൽപ്പെട്ട ചില ആളുകൾ ഹുബാബ് ബിനുൽ മുൻദിർ റളിയല്ലാഹു അൻഹു ചോദിക്കുന്നുണ്ട്, റസൂലെ, അള്ളാഹു പറഞ്ഞിട്ടാണ് ഇവിടെ നിൽക്കുന്നത്, വഹയാണോ ഇവിടെ നിൽക്കണം എന്നുള്ളത്? ഇവർക്ക് പേടിയാണ്, അള്ളാഹു പറഞ്ഞത് ധിക്കരിക്കൂലല്ലോ. അപ്പോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണം, അല്ല, ഇത് ഞാനൊരു യുദ്ധതന്ത്രമായിട്ട് ഇവിടെ നിന്നതാണ് എന്ന് പറഞ്ഞപ്പോൾ അവർ പറയാണ്, ഇവിടെ അല്ല റസൂലെ നിൽക്കേണ്ടത്, മറ്റൊരു സ്ഥലത്ത് നമുക്ക് നിൽക്കണം. അങ്ങനെയെങ്കിൽ നമുക്ക് വെള്ളം കിട്ടുകയും ശത്രുക്കൾക്ക് വെള്ളം തടയപ്പെടുകയും ചെയ്യും. ഒരു യുദ്ധതന്ത്രം എന്ന രീതിയിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്വഹാബികൾ ആ ആശയം പങ്കുവച്ചപ്പോ അത് നല്ലതാണെന്ന് തോന്നിയപ്പോ, ഞാനല്ലേ നേതാവ്, ഞാനല്ലേ തീരുമാനിച്ചേണ്ടത്, ഇന്റെ തീരുമാനത്തിന് മേലെ വേറൊരു തീരുമാനം, അപ്പൊ ഞാൻ ആരായി മാറും എന്ന തോന്നലൊന്നും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉണ്ടായില്ല. റസൂൽ അവരുടെ നിലപാട് സ്വീകരിച്ചു. ഇത് റസൂലിന്റെ ഒരു ക്വാളിറ്റിയാണ്, റസൂലിന്റെ ഒരു സ്വഭാവമാണ്. ആളുകളുടെ വലുപ്പചെറുപ്പങ്ങൾ നോക്കിയിട്ടൊന്നല്ല നിലപാടുകളെ സ്വീകരിക്കാം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കൂടിയാലോചന നടത്തുമായിരുന്നു. നമ്മുടെ വീടുകളിൽ കൂടിയാലോചന ഉണ്ടാകണം. ബാപ്പാന്റെ തീരുമാനം എല്ലാവരും കൊണ്ട് അനുസരിക്കണം എന്നല്ല, അഭിപ്രായങ്ങൾ ചോദിക്കണം. കൗമാരക്കാരായ മക്കൾക്ക് അഭിപ്രായങ്ങളും നിലപാടുകളും ഉണ്ടാവണം. അത് കേൾക്കാൻ നമ്മൾ ശ്രദ്ധ ഉള്ളവരാകണം. മുരടന്മാരായി മാറരുത്. ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹി ലിൻതലഹും വലൗ കുൻത ഫദ്ദൻ ഗലീദൽ ഖൽബി ലം ഫദ്ദു മിൻ ഹൗലിക്. റസൂലെ, അള്ളാഹുവിന്റെ കാരുണ്യം ഒന്നുകൊണ്ട് മാത്രമാണ് താങ്കൾ അവരോട് സൗമ്യമായി കൊണ്ട് പെരുമാറുന്നത്. താങ്കൾ ഒരു പരുഷ സ്വഭാവിയും കഠിനഹൃദയനുമായിരുന്നെങ്കിൽ താങ്കളുടെ ചുറ്റിൽ നിന്നും ആളുകൾ പിരിഞ്ഞു പോകുമായിരുന്നു. ഫഅഫു അൻഹും, റസൂലെ വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുക. വസ്തഗ്ഫിർ ലഹും, അവർക്ക് വേണ്ടി ഇസ്തിഗ്ഫാറിനെ തേടുക. വശാവിർഹും ഫിൽ അംർ, കാര്യങ്ങളിൽ അവരുമായി കൊണ്ട് കൂടിയാലോചന നടത്തുകയും ചെയ്യുക. ഇത് കൂടിയാലോചന ഉണ്ടാവുക, ആളുകളുമായിട്ടൊക്കെ ചർച്ച ചെയ്യുക എന്നത് ഓരോ നേതാവിനും ഉണ്ടാകേണ്ടുന്ന ക്വാളിറ്റിയാണ്, ഓരോ കുടുംബനാഥന്മാർക്കും ഉണ്ടാകേണ്ടുന്ന ക്വാളിറ്റിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെയുള്ള ഒരു കാര്യമാണ്, ആൾക്കൂട്ടത്തിന്റെ എണ്ണവും വണ്ണവും ഒക്കെ നോക്കിയിട്ട് നിലപാട് സ്വീകരിക്കുന്നവരായ ആൾക്കാരുണ്ട്. ഞാൻ അങ്ങനെ ഒരു സ്റ്റാൻഡ് സ്വീകരിച്ചാൽ എൻ്റെ ഒപ്പം ആൾക്കാരുണ്ടാവുമോ, അതല്ല ഞാൻ ഇങ്ങനെ സ്റ്റാൻഡ് സ്വീകരിച്ചാലാണോ എൻ്റെ ഒപ്പം ആളുകൾ ഉണ്ടാകുക എന്നൊക്കെ നോക്കിയിട്ട് നിലപാടുകൾ പറയുന്ന ആളുകളുണ്ട്. അങ്ങനെയല്ല. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിന്റെ പാഠം, ബദറിന്റെ പാഠം എന്ന് പറയുന്നത്, നമ്മൾ പറയുന്നത് സത്യമാണെങ്കിൽ, അത് യഥാർത്ഥമായ നിലപാടാണെങ്കിൽ, ആയിരക്കണക്കിന് വിരലുകൾ നമുക്കെതിരെ ചൂണ്ടപ്പെട്ടാലും ആ ആശയം ഒരു പരുങ്ങലുമില്ലാതെ പറയുവാൻ കഴിയണമെന്ന ആശയമാണ് നമ്മളോട് ബദർ പറഞ്ഞു തരുന്ന വലിയ ഒരു പാഠം എന്ന് പറഞ്ഞത്. വലഖദ് നസറകുമുല്ലാഹു ബിബദരിൻ വഅൻതും അദില്ല, നിങ്ങൾ ദുർബലരായിരുന്ന വലിയ ആൾക്കൂട്ടമില്ലാത്ത സമയത്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ ബദറിൽ സഹായിച്ചത്. ബദറിൽ ജയിക്കാനുള്ള കാരണം ആളുകളുടെ എണ്ണം കൂടിയത് കൊണ്ടല്ലല്ലോ, മറിച്ച് അള്ളാഹുവിന് വേണ്ടി നിലകൊണ്ടു എന്നതാണ്. ഹുനൈൻ യുദ്ധം, അതിന്റെ ഒരു ചെറിയ ഭാഗം നമ്മൾ മനസ്സിലാക്കണം. 12,000-ഓളം വരുന്ന സ്വഹാബികളുമായിട്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹുനൈൻ യുദ്ധത്തിലേക്ക് പോകുന്നത്. ബദറിൽ 300-ഓളം സ്വഹാബികളുമായി കൊണ്ട് യുദ്ധം നയിച്ച റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അന്ന് 12,000-ഓളം ആളുകൾ തങ്ങളോടൊപ്പം ഉണ്ട്. 20,000-ഓളം വരുന്ന ഒരു സംഘത്തെ നേരിടാൻ വേണ്ടി പോകുമ്പോ 12,000-ഓളം വരുന്ന വലിയ സൈന്യമുണ്ട്. അവിടെ സ്വഹാബത്തിനൊക്കെ ഒരു കോൺഫിഡൻസ്, നമ്മൾ എന്തായാലും ജയിക്കും, നമ്മൾ ഇത്ര ആളുകളില്ലേ എന്നൊക്കെ അവര് വിചാരിച്ചു പോവാണ്. അവിടെ പടച്ചോന്റെ ഒരു പരീക്ഷണം ഇറങ്ങുന്നുണ്ട്. വലഖദ് നസറകുമുല്ലാഹു മവാതിന കസീറ, അള്ളാഹു നിങ്ങളെ പല സ്ഥലങ്ങളിലും അള്ളാഹു നിങ്ങൾക്ക് വിജയം നൽകിയിട്ടുണ്ട്. വയൗമ ഹുനൈനിൻ, ഹുനൈൻ യുദ്ധത്തിലും
നിങ്ങൾക്ക് വിജയം നൽകിയിട്ടുണ്ട്. ഇത് അജബതുക്കും കസ്റതുക്കും ഫലൻ തുഗ്നി അൻകും ഷൈആ, നിങ്ങളുടെ ധാരാളിത്തം, നിങ്ങൾ ഒരുപാട് ആളുകളുണ്ട് എന്നത് നിങ്ങളിൽ അത്ഭുതം കൂറുകയുണ്ടായി. ഫലൻ തുഗ്നി അൻകും ഷൈആ, അത് ഒരു നിലക്കും നിങ്ങൾക്ക് ഉപകരിച്ചതേ ഇല്ല. വദാഖത് അലൈക്കുമുൽ അർദ്, നിങ്ങൾക്ക് മേലെ ഭൂമി ചുരുങ്ങിയതായി തോന്നിപ്പിച്ചു. ബിമാ റഹബത്, ഭൂമി വിശാലമാണെങ്കിലും ഭൂമി കുടുസായതുപോലെ, പിന്നെ ഓടാൻ സ്ഥലം കാണൂല എന്നൊക്കെയുള്ള പ്രയോഗം പോലത്തെ ഒരു പ്രയോഗം ഖുർആൻ പറയാണ്. വിശാലമായ ഭൂമിയാണെങ്കിലും നിങ്ങൾക്കത് കുടുസായി തോന്നിച്ചു. സുമ്മ വല്ലൈതും മുദ്ബിരീൻ, പിന്നെ നിങ്ങൾ പിന്തിരിഞ്ഞോടി. ഒരു അപ്രതീക്ഷിതമായ അക്രമം ഹുനൈനിൽ ശത്രുപ്പടയിൽ നിന്നുണ്ടാകുമ്പോ അവിടെ കൂട്ടം തെറ്റിക്കൊണ്ട് ഓടുന്ന ഒരു അവസ്ഥ ആദ്യ സമയത്ത് ഈ മുസ്ലിങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ട്. കാരണം അങ്ങനെ ഒരു പരീക്ഷണം അവർക്ക് ഉണ്ടാവാനുള്ള കാരണം, കുറെ ആളുകളുണ്ടല്ലോ, എന്തായാലും ഞങ്ങൾ ജയിക്കും, ഞങ്ങൾ വലിയ സംഘശക്തിയാണ് എന്ന ഒരു തോന്നൽ ഉണ്ടായപ്പോഴാണ് ഈ പരീക്ഷണം ഉണ്ടായത്. ഹുനൈനിൽ ഇസ്ലാമിന്റെ പട്ടാളം വിജയിച്ചു, പക്ഷെ അതിലൊരു പാഠമുണ്ട്. ആളുകൾ എത്ര ആളുകൾ എൻ്റെ ഒപ്പമുണ്ട് എന്ന് വിചാരിച്ചുകൊണ്ടൊന്നല്ല മതപരമായ വിഷയത്തിൽ നമ്മൾ നിലപാട് സ്വീകരിക്കേണ്ടത്. ആളുകൾ എന്ത് വിചാരിക്കുമെന്ന് വിചാരിച്ചുകൊണ്ടല്ല, അള്ളാഹു എന്ത് വിചാരിക്കും, അള്ളാഹുവിന്റെ ശിക്ഷ തനിക്ക് വരുമോ എന്ന ഭയത്താലാണ് നമ്മൾ നിലപാടുകളെ സ്വീകരിക്കേണ്ടത് എന്നത് നാം മനസ്സിലാക്കേണ്ടുന്ന ഒരു പാഠമാണ്. ഇൻ തൻസുറുല്ലാഹ യൻസുറുക്കും വയുസബ്ബിത് അഖ്ദാമക്കും, നിങ്ങൾ അള്ളാഹുവിനെ സഹായിച്ചാൽ അള്ളാഹു നിങ്ങളെ സഹായിക്കും, നിങ്ങളെ പാദങ്ങളെ അള്ളാഹു ഉറപ്പിച്ചു നിർത്തും. ഇത് റമൈത വമാ റമൈത ഇത് റമൈത വലാകിന്ന അല്ലാഹ റമാ, നിങ്ങൾ അമ്പെയ്ത സമയത്ത് നിങ്ങളല്ല അമ്പ് ചെയ്തത്, പക്ഷെ അള്ളാഹു ആണ് അമ്പ് ചെയ്തത്. അതൊരു സഹായമാണ്. പടച്ചോൻ ഒരു സംഘത്തെ രക്ഷിക്കാൻ വിചാരിച്ചാൽ, അവർക്ക് സുരക്ഷയൊരുക്കാൻ തീരുമാനിച്ചാൽ അതിനെ തടുക്കാൻ ഒരാൾക്കും കഴിയൂല എന്നതാണ് ബദറിന്റെ പാഠം. പടച്ചവന് വേണ്ടി നിലകൊള്ളുക എന്നതാണ് ബദർ നമുക്ക് നൽകുന്ന പാഠം. ആ പാഠങ്ങളെ നമ്മുടെ ജീവിതത്തിൽ പകർത്തുക. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി വഹദ വനസറ അബ്ദ വഹസമൽ അഹ്സാബ വഹദ വസല്ലി വസല്ലിമു അലാ അഫ്ദലി സ്വലാത്തി വഅസ്ക സലാമി വഅതമ തസ്ലീം അലാ നബിയിന മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഒരിക്കൽ കൂടി അള്ളാഹുവിനെ ഭയപ്പെട്ട് തഖ്വയോടുകൂടി ജീവിക്കണമെന്ന് ഉണർത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. അതുപോലെ തന്നെ ഈ ബദറിന്റെ 6ാമത്തെ പാഠം എന്ന് പറയുന്നത് തവക്കുലാണ്. ഒരു കാര്യം നമ്മൾ തീരുമാനിച്ചുറപ്പിച്ചാൽ ആ കാര്യം പിന്നെ അള്ളാഹുവിനെ ഏൽപ്പിക്കാം, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാം. അതാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്യുന്നത്. ബദറിൽ അങ്ങനെ ഒരു പോർമുഖത്ത് എത്തി നിൽക്കുന്ന സമയത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്തായിട്ട് കൂടിയാലോചന നടത്തി. എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവർക്കെതിരെ പോരാടാമെന്ന് തീരുമാനിച്ചു. അള്ളാഹുവിൽ തവക്കുലാക്കി പടച്ചോനോട് പ്രാർത്ഥിച്ചു, പടച്ചോനെ ഈ ചെറിയ പട്ടാളത്തെ, ഈ തൗഹീദിന്റെ പട്ടാളത്തെ നീ തകർത്ത് കളഞ്ഞാൽ പടച്ചോനെ ഈ ഭൂമിയിൽ പിന്നെ നിന്നെ ആരാധിക്കുന്നവരായി ഒരാളും ഉണ്ടാവൂല എന്ന് കരഞ്ഞുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു. അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചിരിക്കുക മാത്രമല്ല, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ യുദ്ധതന്ത്രങ്ങളെ പറ്റി ആലോചിച്ചു. എങ്ങനെയൊക്കെയാകണം യുദ്ധത്തിന്റെ കാര്യങ്ങൾ എന്നതിനെ പറ്റി ചർച്ച ചെയ്തു. അവർ നിലപാടെടുത്തു, തീരുമാനിച്ചു. അങ്ങനെയാണ് അവർ യുദ്ധത്തിന് ഇറങ്ങുകയും അതിൽ വിജയമുണ്ടാവുകയും പടച്ചോന്റെ സഹായം ഉണ്ടാവുകയും ഒക്കെ ചെയ്യുന്നത്. നമ്മൾ എന്തൊരു കാര്യം തീരുമാനിക്കുമ്പോഴും ഫൈദാ അസംത ഫതവക്കൽ അലല്ലാഹ്, ഒരു കാര്യത്തിൽ ഒരു ഉറച്ച തീരുമാനം എടുത്താൽ പിന്നെ കാര്യങ്ങൾ പടച്ചോനെ ഏൽപ്പിക്കുക. നമുക്ക് ചെയ്യാൻ കഴിയുന്നതൊക്കെ ചെയ്യുക, ബാക്കി കാര്യങ്ങൾ അള്ളാഹുവിനെ ഏൽപ്പിക്കുക എന്നതാണ് വേണ്ടത്. നമ്മുടെ മക്കളൊക്കെ SSLC പരീക്ഷയും മറ്റു പരീക്ഷകളും ഒക്കെ നേരിടുന്ന ഒരു സന്ദർഭമാണ്. അവരുടെ ജീവിതത്തിലെ വലിയ സ്വപ്നമാണ്. അതുപോലെ തന്നെ രക്ഷിതാക്കളുടെ പ്രതീക്ഷയാണ്. അങ്ങനെ പരീക്ഷ എഴുതാൻ നിൽക്കുന്ന കുട്ടികൾ, പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്ന കുട്ടികൾ, അവരോടൊക്കെ പറയാനുള്ളത്, നിങ്ങൾ പഠിക്കുകയാണ് വേണ്ടത്. നിങ്ങളുടെ പാഠപുസ്തകങ്ങളിൽ നിന്ന് നിങ്ങൾ ശ്രദ്ധയോടുകൂടി പഠിക്കുകയും അറിവ് നുകരുകയും അത് കൃത്യമായി കൊണ്ട് മനസ്സിലാക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് പരീക്ഷയെ സമീപിക്കുക എന്നതാണ് നമ്മളുടെ നിലപാട്. അതോടൊപ്പം തന്നെ നമ്മൾ ഇത്രയൊക്കെ ഒരു വർഷത്തെ വലിയ എഫേർട്ട് അള്ളാഹുവിൽ തവക്കുലാക്കണം. പടച്ചോനെ എന്നോട് കഴിയുന്നതൊക്കെ ഞാൻ ഇതിനു വേണ്ടി ചെയ്തിട്ടുണ്ട്, നിന്റെ സഹായം ഉണ്ടാകണേ എന്ന ഒരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ അത് നമുക്ക് നൽകുന്ന ഒരു ധൈര്യം ചെറുതല്ല. പടച്ചോൻ എൻ്റെ കൂടെയുണ്ട്. ഏത് രംഗങ്ങളിലും, ഭൗതികമായ കാര്യങ്ങളിലും ആത്മീയമായ രംഗങ്ങളിലുമെല്ലാം പടച്ചോൻ എന്നോടൊപ്പമുണ്ട് എന്ന ഒരു ഉറപ്പും ഒരു തവക്കുലും നമ്മളിൽ നിന്ന് ഉണ്ടാകേണ്ടതാണ്. അല്ലാതെ മറ്റാരുടെയെങ്കിലും പേപ്പറിൽ നിന്നോ അതല്ലെങ്കിൽ എവിടെയെങ്കിലും കൊണ്ടുവച്ച 2 തുണ്ടു കഷ്ണങ്ങളിൽ നിന്നോ ഒക്കെ പരീക്ഷ എഴുതി വിജയിക്കുക എന്നതൊന്നും മാന്യമായ രീതിയല്ല. നമുക്ക് അള്ളാഹു തന്ന അറിവും വിവേകവും ഒക്കെ അതിനെയൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് പഠിച്ചും അറിഞ്ഞുമാണ്
എക്സാമുകളെയൊക്കെ നാം സമീപിക്കേണ്ടത്. അതുപോലെ തന്നെ നല്ല മാർക്കോട് കൂടി മുസ്ലിം ഉമ്മത്തിൽപ്പെട്ട ആളുകൾ ജയിച്ചു വരണം. അവർ IAS IFS ഒക്കെ നേടി ഏറ്റവും വലിയ ഉന്നതമായ ഉദ്യോഗ സ്ഥാനങ്ങളിലൊക്കെ ഉണ്ടാകണം. അതൊക്കെ നമുക്ക് സമുദായത്തോട് ചെയ്യാനുള്ള വലിയ സേവനമാണ് എന്നത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. അതുപോലെ തന്നെ അടുത്ത വെള്ളിയാഴ്ചക്ക് മുൻപ് നമ്മൾ അവസാനത്തെ 10 പ്രവേശിക്കും. ഒറ്റയിട്ട രാവുകളുണ്ട്, ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കുന്ന രാവുകളുണ്ട്. രാത്രികളിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സജീവമായിരുന്നു. രാത്രികളിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉറക്കമിളച്ചിരുന്നു, കുടുംബത്തെ ഉൾപ്പെടുത്തിയിരുന്നു, എത്തിക്കാഫ് ഇരുന്നിരുന്നു. നമ്മളും ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല കൂടുതലായി നന്മയിൽ മുന്നേറാൻ നമുക്കേവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്നും വന്നുപോയ തെറ്റുകുറ്റങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾക്ക് അല്ലാഹു രോഗങ്ങളിൽ ശമനം പ്രദാനം ചെയ്യുമാറാകട്ടെ. ഈ റമദാനിൽ നമ്മളിൽ നിന്നും മരണപ്പെട്ടു പോയ ആളുകളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വ ഖാദിയൽ ഹജാത്ത്. اللهم ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. اللهم ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. اللهم ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. اللهم احفظ بلادنا، اللهم احفظ بلادنا، اللهم احفظ بلادنا وأئمتنا وأمتنا وعلماءنا وأمراءنا وأولادنا وشبابنا من كل الفتن ما ظهر منها وما بطن ومن كيد الشيطان. اللهم إنا نعوذ بك من الشقاق والنفاق وسوء الأخلاق. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار والحمد لله رب العالمين.